നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ മേഖല സന്ദർശിക്കാനുള്ള പദ്ധതി റദ്ദാക്കി പ്രതിപക്ഷ നേതാവും മുൻ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശനം നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇത് നടക്കില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. കാലാവസ്ഥ മോശമായതിനാലാണ് വയനാട് യാത്ര മാറ്റിവെച്ചത് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. മോശം കാലാവസ്ഥ ആയതിനാൽ ലാൻഡ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായതിനാൽ വയനാട് സന്ദർശനം മാറ്റിവെച്ചു എന്ന് അദ്ദേഹം അറിയിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും മറ്റൊരവസരത്തിൽ വയനാട് സന്ദർശിക്കുമെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചു. കേരളം കണ്ട എക്കാലത്തെയും വലിയ ഉരുൾപൊട്ടലിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 2 ഗ്രാമങ്ങളാണ് വയനാട്ടിൽ പൂർണ്ണമായും നശിച്ചത്. ഇതുവരെയായി 156ഓളം പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മരിച്ചവരിൽ 48 പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പരിക്കേറ്റ് 100 കണക്കിന് ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 100-ലേറെ പേരെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ച മാത്രയിൽ തന്നെ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ദുരന്തമുഖത്തേക്ക് കുതിച്ചെത്തിയിരുന്നു. അതുകൂടാതെ സിദ്ദിഖ് അടക്കമുള്ള ജനപ്രതിനിധികളും തുടക്കം മുതൽ ദുരന്ത മേഖലയിൽ നിന്ന് കൈമെയ് മറന്നു പൊരുതുമ്പോഴാണ് മുൻ വയനാട് എംപിയും ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തിരിഞ്ഞുപോലും നോക്കാൻ തയ്യാറാകാതിരിക്കുന്നത്. വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തേണ്ടിയിരുന്ന ആളാണ് വയനാട് മുൻ എംപിയായ രാഹുൽ ഗാന്ധി. എന്നാൽ അതുണ്ടായില്ല. കാരണം വളരെ വ്യക്തമാണ്. ഒന്ന് തടികേടാകുന്ന ഒന്നിനും കോൺഗ്രസിന്റെ പപ്പുമോനും പിങ്കിമോളും തയ്യാറാവുകയില്ല. അതേസമയം വലിയ വലിയ വാക്കുകൾ ഉപയോഗിക്കാൻ ഇവർക്ക് ഒരു കാലത്തും ഒരു മടിയുമില്ല. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വയനാട്ടിൽ മോദിക്കെതിരെ പറയാൻ ഒന്നുമില്ല. തനിക്ക് രാഷ്ട്രീയമായി ഗുണം കിട്ടുന്ന ഒരു കാര്യവും ഇവിടെ രാഹുൽ ഗാന്ധിക്കില്ല. വല്ല മണിപ്പൂരോ മറ്റോ ആണെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിനോ കുത്തിത്തിരിപ്പിനോ ഇവിടെ സാധ്യതയില്ല. ആണെങ്കിൽ രാഹുൽ ഗാന്ധി ഓടിയെത്തുമായിരുന്നു. മണിപ്പൂരിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈന്യം വിലക്കിയിട്ടും രാഹുൽ ഗാന്ധി പോയിരുന്നു. നരേന്ദ്രമോദിക്കെതിരെ ഉപയോഗിക്കാനുള്ള രാഷ്ട്രീയ ആയുധമാക്കാനായിരുന്നു ഇത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിൽ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രിയങ്ക ഗാന്ധിയാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ദുരന്തം പൂർണ്ണമായും കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ സേഫ് ആകുന്നവരെ പ്രിയങ്കയും ഈ പരിസരത്തേക്ക് വരാൻ പോലും സാധ്യതയില്ല. എങ്കിലും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ നിന്ന് രാഹുൽ ഗാന്ധി ജയിച്ചതുപോലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കും. വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമെന്ന് എന്തിനെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഇത് ആ ജയത്തെ ആയിരിക്കും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.